ഇതിപ്പോ ജോബിൻ ജയിക്കാൻ വേണ്ടി ഒരു വാശി കാണിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ നിന്നോടോ അപ്പനോടോ പ്രത്യേകിച്ച് ഒരു വിരോധം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വാശിയെ നമ്മൾ തൽക്കാലത്തേക്ക് ജയിക്കാൻ വിടുന്നു, അങ്ങനെ കരുതിയാൽ മതി മാളു. ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ ആത്മസംയമനത്തോടെ വേണം ഇത്ര ഇഷ്യൂസിനെ എപ്പോഴും നമ്മൾ നേരിടാൻ. അങ്കിളി പറഞ്ഞ ആത്മസംയമനം എപ്പോഴും ഒരാളുടെ ഭാഗത്തുനിന്ന് മാത്രമേ ഉണ്ടാകാവൂ. അങ്ങനെയുണ്ട് കുടുംബജീവിതത്തിൽ, അല്ലെ അങ്കിൾ? എപ്പോഴും തോറ്റു കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ചിലപ്പോ നമ്മൾ മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നത് ഒരു വലിയ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും. നോക്കുമാളു, വീറും വാശിയും നിറഞ്ഞൊരു മത്സരമായി നീ ജോബിനുമായുള്ള ഇഷ്യൂവിനെ കാണരുത്. ഇതൊരു സൗഹൃദ മത്സരമായിട്ട് കാണും. അതിലെ ജയവും തോൽവിയൊന്നും റെക്കോർഡ്സിൽ ഉണ്ടാവില്ല. വീടെത്തിയല്ലോ, അങ്കിൾ ഇനി പൊയ്ക്കോ. ഏയ്, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എല്ലാരും ഒന്ന് കണ്ടിട്ട് പോവാം. നീ വാ. മോളെ, നീ അപ്പൂനെ കണ്ടിട്ട് വരുന്ന വഴി എന്നെ വഴിയിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അവിടെ നടന്നൊന്നും മോള് വീട്ടിൽ പറയാൻ നിൽക്കണ്ട. ആഹാ, ഇതെന്താ പണിക്കർ ഇവളുമായിട്ട്? അശ്വതി, ദേ മാളു വന്നു. മാളു രാവിലെ അപ്പൂൻ്റെ അടുത്ത് വന്നിരുന്നു. അവിടെ നിന്ന് ഇവിടേക്ക് വരുന്ന വഴിക്ക് എന്നെ വഴിയിൽ വെച്ച് കണ്ടു. എന്നാ പിന്നെ ഇവിടേക്കൊപ്പം വന്ന് എല്ലാരും ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ആണോ മോളെ? നീ എപ്പോഴാ ടീച്ചറിന്റെ അടുത്തുനിന്ന് പോകുന്നത്? എന്താ നീ ആകെ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? അത് വെയിലത്ത് വന്നതിന്റെ ആയിരിക്കും മുഖം വല്ലാതിരിക്കുന്നത്. എന്താ ബി പി? മാളുവിനെ എവിടെ നീട്ടി? അവൾ ഇങ്ങോട്ട് വന്നതാ. വരുന്ന വഴി അപ്പൂനെ കാണാൻ അവിടെ കയറിയിരുന്നു. പിന്നെ അവിടുന്ന് ഇറങ്ങിയ വഴിയിൽ ഞങ്ങൾ തമ്മിൽ കണ്ടു. എന്നാ പിന്നെ ഇവിടെ കയറി എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി ഞാനും കൂടെ പോന്നു. എന്താ മാളു, നീ എപ്പോഴാ അവിടുന്ന് പോകുന്നത്? രാവിലെ പോന്നതാ. വിശേഷിച്ചെന്തേലും ഉണ്ടോ? ഇല്ലച്ചാ, ഒന്നുമില്ല. എന്താ മോളെ, നിനക്ക് നല്ല സുഖമില്ലേ? എന്താ നീ വല്ലാതിരിക്കുന്നേ? ഒരു തലവേദന, കുറച്ചേരം കിടക്കട്ടെ. ഈ വരവിന്റെ പിന്നിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ മുരളി. എന്ത് കുഴപ്പം? അവള് നല്ല ഹാപ്പി ആയിട്ടല്ലേ വന്നത്. ഓ, എന്നെനിക്ക് തോന്നുന്നില്ല. അല്ല, ബി പി ഇങ്ങോട്ട് തന്നെ വന്നതാണോ? ഇല്ലടോ, ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. അപ്പോഴാ മാളുവിനെ കണ്ടത്. എന്നാ പിന്നെ ഇവിടെ കയറി തന്നെ ഒന്ന് കണ്ടിട്ട് പോകാനെന്ന് കരുതി. വാ ബി പി, അകത്തിരിക്കാം. ഇല്ല, മുരളി ഒന്ന് വന്നേ, എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. അശ്വതി, ചായ ഒന്നും വേണ്ട കേട്ടോ, ഞാൻ ഉടനെ പോവും. വാ. എന്തോ കുഴപ്പമുണ്ട് അശ്വതി. അല്ലെങ്കിൽ പിന്നെ പണിക്കരെന്തിനാ മാളുവിനെ കൊണ്ടാക്കിയത്? അവളെ വഴി വെച്ച് കണ്ടെന്നല്ലേ വീപ്പേട്ടൻ പറഞ്ഞത്. ഏയ്, എനിക്കതങ്ങോട്ട് വിശ്വാസമായില്ല കേട്ടോ. നീ പോയി കൊച്ചിന്റെ അടുത്ത് കാര്യം എന്താന്ന് അന്വേഷിക്കേ. അവളിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ അമ്മേ, കുറച്ച് കഴിയട്ടെ. എന്നാ പിന്നൊരു കാര്യം ചെയ്, നീ ടീച്ചറെ വിളിച്ച് എന്താ സംഭവം എന്ന് അന്വേഷിക്കേ. അതൊന്നും വേണ്ട. ഇനിയിപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചറോ ജോബിനോ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നില്ലേ? നമുക്ക് നമ്മുടെ പേടി കൊണ്ട് തോന്നുന്നതാ, അവക്ക് ഒരു കുഴപ്പമില്ലെന്നേ. എന്താ ബി പി? എന്താ മാളുവിന് പറ്റിയത്? എന്താണെങ്കിലും തുറന്നു പറയും. ഏയ്, അങ്ങനെ പരിഭ്രമിക്കത്തക്ക കാര്യമൊന്നും ഇല്ലെന്നേ. ജോബിനുമായി എന്തോ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ അവര് തമ്മിൽ സോൾവ് ചെയ്തു എന്നല്ലേ നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞത്? എന്നിട്ടിപ്പോ എന്താ പുതിയ പ്രശ്നം? പുതുതായിട്ടൊന്നുമില്ല. ആ പഴയ പ്രശ്നത്തിന് തുടർച്ച തന്നെയാണിത്. എന്നുവെച്ച് ഇന്നുമാളെ ഇവിടുന്ന് പിണങ്ങി ഇറങ്ങി പോകുന്നതൊന്നല്ല. ബി പിയോട് അവൾ എന്താ പറഞ്ഞത്? ഒന്ന് തെളിച്ചു പറ ബി പി. എന്റെ മുരളി, താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി പറയാം. താൻ സമാധാനമായിട്ട് നിൽക്കാദ്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള പൊസസീവ്നെസ് തന്നെയാണ് ജോബിന്റെയും മാളുവിന്റെയും യഥാർത്ഥ പ്രോബ്ലം. ഒരാൾ തന്നേക്കാൾ കൂടുതൽ കെയറും കൺസിഡറേഷനും മറ്റൊരു റിലേഷന് കൊടുക്കുന്നു എന്നുള്ളതാണ് രണ്ടുപേരുടെയും പ്രശ്നം. രണ്ടുപേരുടെയും പ്രശ്നം? ബി പി എന്താ ഉദ്ദേശിക്കുന്നത്?
ജോബിനും ആ ലേഡി ഡോക്ടറും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാ മാളുവിന്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ജോബിനങ്ങനെ തിരിച്ച് ക്ലെയിം ചെയ്യാൻ മാളുവിന് അങ്ങനെ ഒരു റിലേഷനോ ഫ്രണ്ട്ഷിപ്പോ ഇല്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ലെന്ന് ജോബിനും അറിയാം. പക്ഷേ മാളുവിന്റെ മുന്നിൽ പറഞ്ഞു ജയിക്കാൻ അയാൾക്കും അങ്ങനെ എന്തെങ്കിലും കാരണം കണ്ടെത്തിയല്ലേ മതിയാവും. അതിനയാൾ എന്താ കണ്ടെത്തിയത്? മാളു അപ്പുവുമായി കൂട്ടുകൂടി നടക്കുന്നത് തനിക്കിഷ്ടമല്ലെന്നൊരു വാണി, അത്രേ ഉള്ളൂ. അത് മാളുവിന് ഇഷ്ടമായില്ല. അതാ ഇപ്പോഴത്തെ പ്രശ്നം. മാളു അപ്പും തമ്മിൽ കൂട്ടുകൂടുന്നതിന് എന്താ പ്രശ്നം? അവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ. അത് ജോബിനും ടീച്ചർക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ വി പി? ഒക്കെ ശരി തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മുരളി, പരസ്പരം പറഞ്ഞു ജയിക്കാൻ തീരുമാനിച്ച രണ്ടുപേർക്കിടയിൽ അത്തരം കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതെയാവും. തനിക്കൊരു പെൺ സൗഹൃദം വേണ്ടെന്ന് മാളു പറയാതെ പറയുമ്പോൾ തിരിച്ചു ജോബിനും അതേ നാണയത്തിൽ മാളുവിനോട് ജയിക്കാൻ നോക്കുന്നു. അപ്പൂപ്പ എല്ലാവരുടെയും കണ്ണിൽ ആൺകുട്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ മാളു ഒരു ആൺകുട്ടിയായ അപ്പുവുമായി അടുപ്പമോ സൗഹൃദം ഉണ്ടാവുന്നത് ജോബിനും ഇഷ്ടപ്പെടുന്നില്ല. അപ്പുവുമായി ചങ്ങാത്തം പാടില്ലെന്ന് ജോബിൻ മാളുവിന് വിലക്കിയത് മാളുവിനെ കൂടുതൽ ഇറിറ്റേറ്റഡ് ആക്കി. അതാ ഇവിടുത്തെ പ്രശ്നം. ഇവർക്കിത് എന്താ പറ്റി വി പി? ടീച്ചറിന്റെ മോന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അയ്യോ, താൻ ഡെയ്സിയെ വെറുതെ സംശയിക്കണ്ട. പാവം, ഇക്കാര്യം അറിഞ്ഞു പോലും കാണില്ല. മോന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സംസാരം ഉണ്ടായെന്നെങ്ങാനും ഡെയ്സി അറിഞ്ഞ ആ പാവം ഹൃദയം പൊട്ടി മരിച്ചു പോകും. എന്നിട്ടിപ്പോ മാളു എന്താ പറഞ്ഞത്? എന്താ അവളുടെ നിലപാട്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾ തമ്മിലുള്ള ബന്ധത്തിന് ഡെപ്ത് എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയില്ല മുരളി. അതൊക്കെ നേരാ. ഞാനും വി പി ഒക്കെ അവരെ തമ്മിൽ അകറ്റാൻ ആവുന്നത് ശ്രമിച്ചതല്ലേ അപ്പുവിന്റെ പ്രശ്നത്തില്. അന്ന് വിചാരിച്ചാ നടക്കാത്തത് ഇന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നടക്കില്ലെന്ന് നമ്മളെപ്പോലെ തന്നെ ജോബിനും അറിയാം. പക്ഷെ മാളുവിന്റെയും ജോബിന്റെയും നല്ല ഭാവിക്ക് വേണ്ടി ജോബിൻ മുന്നോട്ട് വെച്ച ഈ ഡിമാൻഡ് നടന്നേ മതിയാവും മുരളി. പറഞ്ഞാൽ താൻ വിശ്വസിക്കുമെന്നറിയില്ല. ആ സത്യം നമ്മളെക്കാൾ മുന്നേ മനസ്സിലാക്കിയത് അപ്പുവാണ്. അപ്പുവോ? അപ്പും ഗീതയ്ക്ക് അറിഞ്ഞു ഇത്? നാണക്കേട്. എന്ത് നാണക്കേട്? അങ്ങനെയൊന്നും ചിന്തിക്കില്ല മുരളി. നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ അതിപ്പോ ഇവിടെ ആയാലും അവിടെ ആയാലും അത് സോൾവ് ചെയ്യാൻ നമ്മൾ ഒരു മനസ്സോടെ നിൽക്കുകയല്ലേ പതിവ്. ഇതും താൻ അങ്ങനെ കണ്ടാൽ മതി. അപ്പൂന് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് മാളുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷേ മാളുവിന്റെ വാശി അത് അക്സെപ്റ്റ് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. ജോബിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാവും ഇന്ന് അവള് അപ്പനടുത്ത് നിൽക്കാൻ തുടങ്ങിയതാ. ഞങ്ങളൊക്കെ നിർബന്ധിച്ചിട്ടാ ഇങ്ങോട്ട് വരാൻ തയ്യാറായത്. അതിൽ ലേശം പിണക്കം എന്നോട് ഉണ്ട് താനും. പോട്ടെ, അതൊന്നും ഞാൻ കാര്യാക്കുന്നില്ല. ഇനിയിപ്പോ എന്താ വി പി ചെയ്യുക? ഒക്കെ കൂടി കേട്ടിട്ട് എനിക്കാകെ ഭ്രാന്ത് പിടിക്കുക. താൻ ചുമ്മാ ടെൻഷൻ അടിക്കാതെ. എടോ, ഞാനില്ലേ തന്റെ കൂടെ. തൽക്കാലം ഇതിപ്പോ അശ്വതി ഇന്ദിരാമെന്ന് അറിയണ്ട. മാളുവിനെ താൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. കുറച്ച് നാള് അവർ തമ്മിൽ വലിയ സഹകരണമൊന്നും വേണ്ട. അത് കഴിയുമ്പോൾ ജോബിനായിട്ട് തന്നെ വന്ന് ക്ഷമ പറഞ്ഞ് അവർ തമ്മിൽ ഒന്നിച്ചോളുന്നേ. പിന്നെ ഇതിന്റെ പേരിൽ താൻ വെറുതെ മാളിനോട് വഴക്കിനും പിണക്കത്തിലൊന്നും പോണ്ട. കാര്യങ്ങളെ സമാധാനത്തോടെ പ്രസന്റ് ചെയ്താൽ മതി. ഇടയ്ക്ക് ഞാൻ അവിടെ വിളിച്ചോളാം കേട്ടോ. ഒക്കെ ശരിയാവും മുരളി, ഞാനല്ലേ പറയുന്നത്. താൻ ധൈര്യമായിട്ടിരിക്കും. പിന്നെ താനിതൊന്ന് അറിഞ്ഞ മട്ട് ജോബിനോട് കാണിക്കണ്ട കേട്ടോ. എന്നാ ശരി, ഇറങ്ങട്ടെ. അശ്വതിയോട് പറഞ്ഞേക്ക്. ശരി. ഹലോ അങ്കിൾ. ജോബിൻ, ഹോസ്പിറ്റലിലാണോ അതപ്പോ വീട്ടിലാണോ? ഞാൻ വീട്ടിലാ അങ്കിൾ. എന്താ വിളിച്ചേ? അല്ല, മാള് ഇവിടെ ഉണ്ട്. ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാ. മാള് വിളിച്ചോ ജോബിനെ? ഇല്ല, മാള് വിളിച്ചില്ല. അവിടെ എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ വിളിച്ചില്ല. ഇനി വിളിക്കുമായിരിക്കും. എന്താ ജോബിൻ,
രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഏയ് ഇല്ല അങ്കിൾ. മാളു ഇവിടുന്ന് വളരെ ഹാപ്പി ആയിട്ടല്ലേ അങ്ങോട്ട് വന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. മാളു ഇന്ന് ഇവിടെ നിൽക്കട്ടെ, നാളെ അവളെയും കൂട്ടി ഞാൻ വരാം, അതുപോലെ. ഓ അത് മതി അങ്കിൾ, ധൃതിയില്ല. 1-2 ദിവസം മാളു ഇവിടെ നിൽക്കുന്നെങ്കിൽ നിന്നോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. ടീച്ചർ എന്ത് പറയുന്നു? മമ്മി ഇവിടെ ഇല്ല, വേളാങ്കണ്ണിക്ക് പോയേക്കുവാ. ശരി ജോബിൻ, ഇതൊന്ന് പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. ആ ഓക്കെ അങ്കിൾ, ശരി. ഞാനേ ജോബിനെ വിളിച്ചിരുന്നു. ആ, എന്തു പറഞ്ഞു? മാളു ഇന്ന് ഇവിടെ സ്റ്റേ ആണെന്ന് അയാളെ ഒന്ന് അറിയിക്കണമല്ലോ, അതിനുവേണ്ടി വിളിച്ചതാ. അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല, വളരെ കാര്യമായിട്ടാ ജോബിൻ എന്നോട് സംസാരിച്ചത്. സംസാരത്തിൽ നിന്ന് അവര് തമ്മിൽ പ്രശ്നമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ, എന്നോട് മാളും അങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞത്. നാളെ എന്തായാലും മാളുവിനൊപ്പം ഞാനും അങ്ങോട്ട് പോവാം. അങ്ങനെയാവുമ്പോ ജോബിനെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്യാമല്ലോ. ജോബിനായിട്ട് ഇക്കാര്യത്തെ കുറിച്ചൊന്നും സംസാരിച്ചില്ലെങ്കിൽ മുരളിയേട്ടനും അതേക്കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആ നോക്കട്ടെ, അപ്പോഴത്തെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഉം. മുരളി അശ്വതിയും പിന്നെ വിളിച്ചിരുന്നോ വി പി? ഇല്ല. എന്തേ? അല്ല, വൈകിട്ട് അശ്വതി വിളിച്ചപ്പോ ജോബിൻ വിളിക്കാൻ വന്നിട്ടില്ലെന്നാ പറഞ്ഞത്. ഇനി ചോദിക്കാതെ പോയതിന്റെ ദേഷ്യത്തില് മാളുവിനെ വിളിക്കാതെ പോകുന്നുള്ള ടെൻഷൻ അവക്കുണ്ട്. വി പിക്ക് മുരളി ഒന്ന് വിളിച്ചു ചോദിക്കായിരുന്നില്ലേ? ഇനിയിപ്പോ രാത്രി വിളിക്കണ്ട. അഥവാ മാള് പോയിട്ടില്ലെങ്കിൽ അതൊരു വിഷമാവും. രാവിലെ ആവട്ടെ. പാവം, മാളുവിന് വല്ലാത്ത സങ്കടമായിപ്പോയി. അപ്പു ഒരിക്കലും അവളോട് ഇങ്ങനെ പെരുമാറുമെന്ന് ആ പാവം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പു മാത്രമാണെങ്കിൽ വേണ്ടില്ല, നമ്മളും അവളോട് ഒട്ടും ദാക്ഷിണില്ലാത്ത രീതിയിലല്ലേ പെരുമാറിയത്. ഞാനും വി പി എങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന അവൾ പ്രതീക്ഷിച്ചത് വെറുതെയായി. താൻ പറഞ്ഞ പോലെ നമ്മുടെ പ്രവൃത്തി അല്പം ക്രൂരമായി പോയിന്ന് എനിക്കും അറിയാം ഗീത. പക്ഷേ അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തതിലൊരു ശരിയുണ്ട്. മാളുവിനെ നമ്മളായിട്ട് എൻകറേജ് ചെയ്തിരുന്നെങ്കിൽ സ്ഥിതി ഇതിൽ കൂടുതൽ വഷളാവുമായിരുന്നില്ലേ? പിന്നൊരു പക്ഷേ മുരളി അശ്വതി വന്ന് വിളിച്ചാൽ കൂടി ചിലപ്പോൾ മാള് പോവാൻ കൂട്ടാക്കില്ലെന്ന് വരും. അതോടെ അവരും നമ്മുടെ ശത്രുപക്ഷത്താവും. നമ്മൾ മാളുവിനെ വിടാതെ പിടിച്ചിർത്തിരിക്കുകയാണെന്നല്ലേ കരുതൂ. അവരങ്ങനെ കരുതിയാലും കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും അങ്ങനെയല്ലേ കരുതൂ. എന്നാലും ജോബിന് കുട്ടികളെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് നല്ല ചെറുപ്പക്കാരനായിരുന്നു, എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോയത്. മനസ്സിൽ ദേഷ്യവും വാശിയും ഒക്കെ പരിധി കടന്ന് സ്ഥാനമുറപ്പിച്ച പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാനാവില്ല ഗീത. പണ്ടുള്ളവർ ഈ കൂടോത്രം കൈവശം എന്നൊക്കെ പറയില്ലേ, അതൊന്നും ആരും പുറമെ പ്രയോഗിക്കുന്ന കാര്യങ്ങളല്ല. ഓരോരുത്തരുടെയും ഉള്ളിലെ ഈഗോയുടെ തോതാണ് അവരെ പിശാചും ചെകുത്താനൊക്കെ ആക്കി മാറ്റുന്നത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനൊപ്പം സ്വന്തം കുറ്റം കണ്ണടച്ചിരുട്ടാക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഈ ഈഗോ തന്നെയാണ്. എന്തായാലും കുട്ടികൾ തമ്മിലൊരു ഒത്തുതീർപ്പിലെത്തിയാൽ മതിയായിരുന്നു. ആ, എന്തായാലും മുരളി അശ്വതിയൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ ജോബിൻ വന്ന് ഇതിനകം തന്നെ അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും. ഏതായാലും രാവിലെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. അപ്പ് കിടന്നോ? കിടന്നു കാണും. പാവം, പുറമേ മാളുവിനോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും അപ്പുന് നല്ല സങ്കടമുണ്ട്. അത് പിന്നെ കാണാതിരിക്കുമോ? വിശേഷിച്ചും ജോബിനെ പോലെ ഒരാളിൽ നിന്ന് ഇങ്ങനൊരു കമന്റ് ഉണ്ടാവുമ്പോൾ. എന്തായാലും അപ്പ് ചെയ്ത് തന്നെ അതിന്റെ ശരി. കുട്ടികൾ ഇനി കുറച്ചു കാലത്തേക്ക് അധികം സഹകരണമൊന്നും ഇല്ലാതിരിക്കുന്നതാ നല്ലത്. ഇറങ്ങ്. ആ പിന്നെ ജോബിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രൊവക്കേഷൻ ഉണ്ടായാലും വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. വാ. ആഹാ,
എന്നതൊക്കെയോ വാങ്ങാനുണ്ടെന്നും പറഞ്ഞു പോയിട്ട് ഇപ്പോഴേ നേരം വെളുത്തുള്ളോ? എന്നതാണേലും ഇതത്ര നല്ല ശീലമല്ല കൊച്ചേ. അത് പിന്നെ ചേട്ടത്തി, ഇവിടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പോ വീട്ടിലേക്കൊന്ന് കയറി. അപ്പോ അശ്വതിക്ക് നല്ല സുഖമില്ലായിരിക്കും. അത് കണ്ടപ്പോ അവളവിടെ നിന്നേ ഉള്ളൂ. ഓ, വീട്ടിലൊരു ആവശ്യം വന്നാ 1-2 ദിവസം അവിടെ തങ്ങുന്നതിൽ ആരും തലയെടുക്കാനൊന്നും വരികയില്ല. പക്ഷേ അത് കെട്ടിയവന്റെ വീട്ടിൽ അറിയിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണം. മാളു ഇന്നലെ അവിടെ തങ്ങുന്ന കാര്യം ഞാൻ ജോബിനെ വിളിച്ച് അറിയിച്ചിരുന്നല്ലോ ചേട്ടത്തി. അത് സാറിന്റെ മര്യാദ. ഞാൻ ഇവളുടെ കാര്യം ഉദ്ദേശിച്ചത്. ഇവൾ എവിടെ പോയെന്നറിയാതെ ഞാനും ജോക്കുട്ടനും എന്തോരം വിഷമിച്ചു. വിഷമിക്കുന്ന എന്തിനാ അമ്മച്ചി? ഡോക്ടർക്ക് എന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. അയ്യോടി, ഇത് നല്ല കൂത്ത്. അവനാണോ നിന്നെ വിളിച്ച് ചോദിക്കേണ്ടത്? അതാണോ സാറേ നാട്ടു നടപ്പ്? ആ പോട്ടെ, ഇനിയിപ്പോ അതേ ചൊല്ലി നിങ്ങൾ തമ്മിൽ തർക്കമൊന്നും വേണ്ട. ജോബിനില്ലേ ഇവിടെ? ആ ഉണ്ട്. ആ അങ്കിൾ, ഇതെപ്പോ വന്നു? എന്താ രാവിലെ തന്നെ? ഇരിക്കെ. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയതാ. കൂട്ടത്തിൽ ഇവളെ ഇവിടെ ആക്കാന്ന് കരുതി. അയ്യോ, അതിനെത്ര ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നല്ലോ അങ്കിൾ. 2-3 ദിവസം മാളും അവിടെ നിൽക്കട്ടെ എന്നാ ഞാൻ വിചാരിച്ചത്. തനിക്ക് അത് കഴിഞ്ഞ് വന്നാ പോരായിരുന്നോ? അത് സാരമില്ല ജോബിൻ, ഇവിടെ ഇപ്പോ ടീച്ചറും ഇല്ലല്ലോ. അതിന്റെ കൂടെ മാളും കൂടി ഇവിടെ ഇല്ലായിരുന്ന ശരിയാവില്ല. ഓ, ആ വിചാരം ഇവക്കൂടെ തോന്നണ്ടേ സാറേ? അല്ല, തോന്നിയിരുന്നെങ്കി ഇങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ. അമ്മച്ചി ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? മാളു ഇവിടെ ഇല്ലെങ്കിൽ എന്നെയും അമ്മയേക്കാളും സങ്കടം ഇപ്പൊ അമ്മച്ചിക്ക്. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ, താനെന്തോടെ മിഴിച്ചു നോക്കി നിൽക്കുന്നേ? പോയി അങ്കിളിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഒന്നും വേണ്ട പോളെ, ഞാൻ ദേ ഇറങ്ങാ. നീ അകത്തേക്കല്ലേ? പിന്നെ പിന്നെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാ? എന്ത് വിശേഷം? ഇങ്ങനെ അങ്ങ് പോകുന്നു. ടീച്ചർ എന്നാ വരുന്നത്? മമ്മിയും സംഘവും ഇന്ന് രാത്രി അവിടെ നിന്ന് തിരിക്കുമെന്നാ പറഞ്ഞത്. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടോന്ന് അറിയില്ല. എന്തായാലും നാളെ എത്തുമായിരിക്കും. ജോബിന് ഇന്ന് ഡ്യൂട്ടിയില്ലേ? ഉണ്ട്, പോണം. അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മാളു ഇന്നലെ തന്നെ തിരിച്ചു വരായിരുന്നതാ. അശ്വതിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചിട്ടാ അവളവിടെ നിന്നത്. ഒന്നും തോന്നരുത്. അതിനെന്താ അങ്കിൾ? ഛേ, അങ്കിൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആന്റിക്ക് സുഖമില്ലായിരുന്നെങ്കിൽ പിന്നെ ഇത്ര ധൃതി പിടിച്ചെന്തിനാ മാളുവിനെ കൊണ്ടുവന്നത്? 2-3 ദിവസം കൂടെ മാളുവിനെ അവിടെ നിർത്തായിരുന്നില്ലേ? അല്ല, ആന്റിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ബെഡ് റെസ്റ്റ് ആണോ? ഏയ്, അങ്ങനൊന്നുമില്ല. സാധാരണയുള്ള അസ്വസ്ഥത, അത്രേ ഉള്ളൂ. ആ, നോക്കട്ടെ. വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോ സമയമുണ്ടെങ്കിൽ ഞാൻ ആ വഴിക്ക് വരാം. വേറൊന്നുമില്ലല്ലോ അങ്കിൾ. ഞാൻ ഹോസ്പിറ്റലിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. ഇന്ന് ഓറ്റിയുള്ള ദിവസം. ഓ സോറി, ഞാനൊന്ന് സംസാരിച്ച് സമയം കളയുന്നില്ല. ഇറങ്ങട്ടെ. മാളുവിനോട് പറഞ്ഞാൽ മതി, വേറൊന്നുമില്ലല്ലോ. ഏയ് ഒന്നുമില്ല അങ്കിൾ, മാളുവിനോട് ഞാൻ പറഞ്ഞേക്കാം. ശരി ശരി. അങ്കിളെ, മാളുവിനെ അങ്ങോട്ട് അയക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്കിള് പറയാൻ പഠിക്കണ്ട കേട്ടോ. ഏയ് ഇപ്പൊ വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. ശരി എടുത്തി, പോട്ടെ. ആ, നടക്കട്ടെ നടക്കട്ടെ. ശരി, ഓക്കെ. ഡാ, നീ ഇങ്ങനെ മണമണങ്ങനായി പോയല്ലോ ജോക്കുട്ട. അയാളുടെ മുഖത്ത് നോക്കി മോള് ചെയ്ത തോന്നിവാസങ്ങളും വിളിച്ചു പറയുന്നതിന് പകരം അങ്ങേരെ കുമ്പിട്ട് തൊഴാൻ നിൽക്കുന്നു. അയ്യേ, ആൺകുട്ടികൾക്ക് ചേർന്ന പണിയാണോടാ ഇത്? മോള് ചെയ്ത തോന്നിയാസത്തെ പറ്റി നമ്മൾ പറയാതെ തന്നെ അങ്കിളിന് ബോധ്യമുണ്ടല്ലോ അമ്മച്ചി. അതുകൊണ്ടാ ഞാൻ അങ്ങ് നല്ല കുട്ടി കളിച്ചത്. പിന്നെ ആളൊരു പാവ. ഓ, എന്നാ പാവാന്നാ? പഠിച്ച കളനാന്നാ എനിക്ക് തോന്നുന്നേ. അതല്ലയോ മോക്ക് ജാമ്യം എടുക്കാൻ അപ്പനും കൂടെ വന്നത്. ദേ, എനിക്കിതൊന്നും കണ്ടിട്ട് പിടിക്കുന്നില്ല കേട്ടോ. ഞാൻ നല്ലതുപോലെ വിളിച്ച് പറയും നിന്നെ കെട്ടിയോളെ. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അല്ല പിന്നെ